വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം വിദ്യ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യല് കക്ക ഫ്രൈ ആണ്. ഇപ്പോൾ ഈ ഒരു കക്ക ഇനി നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കക്ക റോസ്റ്റ് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ അത് നല്ലതുപോലെ ഒന്നും ക്ലീൻ ചെയ്തിട്ടാവില്ല നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് അഴുക്കുണ്ട്. അപ്പോൾ അത് ഓരോന്ന് എടുത്ത് തന്നെ ക്ലീൻ ചെയ്യണം. അപ്പോൾ കുറച്ച് പണിയുണ്ട്, എന്നാലും വളരെ ടേസ്റ്റാണ്. കക്ക റോസ്റ്റിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ കക്ക ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 3 സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് 2ആയി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേപ്പില, 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 തക്കാളി, 6 ടീസ്പൂൺ മുളക് പൊടി, 6 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, നാളികേരം ഇതേ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്ക് ചെയ്യാനായിട്ട് ആവശ്യമായ വെളിച്ചെണ്ണ. തയ്യാറാക്കാനായിട്ട് ആദ്യമായി എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവ 3ഉം നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ഒന്ന് ചൂടാവട്ടെ. പാത്രം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇത് സ്ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ചേർക്കാം, മുളക് പൊടി ചേർക്കാം, മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ കരിഞ്ഞു പോവാതെ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ഒരു മിക്സ് കക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം കൈവച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൈവച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ തയ്യാറാക്കാനായിട്ട് ഞാൻ ഉരുളിയിലാണ് ഈ ഒരു കക്ക റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഉരുളി വെച്ച് കൊടുക്കുന്നുണ്ട്. ഉരുളി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുക്ക് ചെയ്യാനായിട്ട് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർക്കാം. പച്ചമുളക് ചേർക്കാം. വേപ്പില ചേർക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കാം.
സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. സവോളയും തക്കാളിയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് മസാല പരത്തി വെച്ചിരിക്കുന്ന കക്ക ചേർത്ത് കൊടുക്കുക അതിലേക്ക്. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാളികേരം കൂടെ ചേർക്കാം. കുറച്ച് ഓയിൽ കൂടെ വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം. ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. വെള്ളം കൂടണ്ട. എന്നിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. ഇനി ഇത് സ്ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം മൂടി വയ്ക്കാം. പിന്നെ ഇത് തുറക്കാം. ഈ ഒരു സമയത്ത് എടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ചേർക്കാം. കക്ക റോസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതിവിടെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് അമ്മ ടേസ്റ്റ് ചെയ്യും. അമ്മ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഉപ്പും എരിവും ഒക്കെ പാകത്തിന് നന്നായിട്ടുണ്ട്. നല്ല ചൊടിയുണ്ട്. നന്നായിട്ടുണ്ട്.